എല്ലാം അവർക്ക് അറിയാം. അവർക്കും അറിയാം, നമുക്ക് അവരുടെ കാര്യങ്ങളും അറിയാം. പിന്നെ അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷയില്ല. എൻ്റെ കൂടെ പറഞ്ഞ് തടി കച്ചവടത്തിനാണ്, അച്ഛന് കച്ചവടത്തിന് കൊടുക്കാനാണ്, മുടങ്ങാതെ അടയ്ക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1,60,60,000 രൂപ എടുത്ത് കൊടുത്തത്. ഇതെന്റെ മോളെടുത്ത് കൊടുത്തത് 1,00,000 രൂപ എൻ്റെ മോളെടുത്ത് കൊടുത്ത 3 ആഴ്ച അടച്ചിട്ടുള്ളൂ. 60,000 രൂപ ലോൺ എടുത്തായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിപ്പോൾ മുടങ്ങിയിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അതിന് ശേഷം ഒരു ലോൺ 50,000 രൂപ ഞാൻ അറിയാതെ ബാങ്ക് പോകാതെ അവരെടുത്തത്. ഇന്ന് ഉച്ചയ്ക്കാണ് അതറിയുന്നത്. എനിക്ക് 80,000 രൂപ. ഇല്ല ഇന്നലെ തൊട്ടാണ് ഞങ്ങൾ അറിയാൻ തുടങ്ങിയത്. ബാങ്കുകാർ വന്നപ്പോൾ മാത്രമേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ ഈ പൈസകൾ അടക്കുന്നില്ല. അക്കൗണ്ടിൽ പൈസ വരുന്ന മെസ്സേജും എല്ലാം അവർക്കറിയാം. നമ്മളെ ഫോണിൽ പറഞ്ഞതിന് മുന്നേ അവർക്കെല്ലാം അറിയാം. അവർ അന്നേരം തന്നെ വന്ന് വാങ്ങിച്ചോളൂ. ആധാറും പാൻ കാർഡും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഫോം എല്ലാം അവരിൽ തന്നെ ഉണ്ട്. കൈയടയാളം എടുക്കുന്ന എല്ലാം അവരിൽ തന്നെ ഉണ്ട്. നമുക്ക് ബാങ്കിലൊന്നും പോകേണ്ട കാര്യമില്ല. ATM വന്ന് വാങ്ങിച്ചുകൊണ്ട് അവർ തന്നെ വന്ന് വാങ്ങിച്ചുകൊണ്ട് അവർ തന്നെ പൈസ എടുത്തിട്ട് ATM പിറ്റേന്നാണ് ഈ തന്നത്. ഈ സിമി എന്ന് പറയുന്ന സ്ത്രീയില് നിങ്ങളെ എന്ത് പറഞ്ഞാണ് ലോൺ എടുത്തത്? എന്താണ് കച്ചവടം? തടി കച്ചവടമാണ്. സഹോദരനും അച്ഛനും തടി കച്ചവടമുണ്ട്. അതിന് വേണ്ടിയാണ് എന്ന് പറയുന്നത്. അവന്റെ അമ്മയ്ക്ക് കച്ചവടം ഉണ്ടായിരുന്നു, പലങ്ങളുടെ കടയൊക്കെ. അതൊക്കെ ഇപ്പൊ പൊളിച്ചു മാറ്റിയപ്പോഴാണ് നമ്മൾ അറിയുന്നത്. തടി കൊണ്ടുപോകാൻ ലോറി വാങ്ങിക്കാനായിട്ടെന്നാണ് എൻ്റെ എൻ്റെ കൂടെ പറഞ്ഞ് തടി കച്ചവടത്തിനാണ്, അച്ഛന് കച്ചവടത്തിന് കൊടുക്കാനാണ്, മുടങ്ങാതെ അടയ്ക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1,60,60,000 രൂപ എടുത്ത് കൊടുത്തത്. അവരടയ്ക്കുമായിരുന്നു, അടച്ചോണ്ടിരുന്നതാണ്. ഇപ്പം ബാങ്കുകാർ വന്നപ്പോഴാണ് അറിയുന്നത് അവർ അടയ്ക്കുന്നില്ല. എന്നാലും എൻ്റെ വീട്ടിൽ വന്ന് ഇഷ്ടം പോലെ ബാങ്കുകാർ വന്ന് ഈ മധുര എല്ലാ ബാങ്കുകാർ വന്ന് എൻ്റെ ചെറിയിലൊക്കെ ഇട്ട് കുത്തി ഞാൻ 2-3 വരെ നിന്ന് കടം വാങ്ങിച്ചാണ്. അവരെ പൈസ കൊടുക്കാതെ പോവേ ഇല്ല. അങ്ങനെ ഭയങ്കര വഴക്കും പ്രശ്നമായി. ആണുങ്ങൾ ഇറങ്ങണ്ടെന്ന് കണക്കാക്കി ഞാൻ ഓടി നടന്ന് പൈസ കടം വാങ്ങിച്ച് ഞാൻ കൊടുത്തതിന് ശേഷം അത് സന്ധ്യ ആവുന്നതുവരെ അവർ നിന്ന്. ഒരുപാട് ആണുങ്ങളും ഉണ്ടായിരുന്നു. ആ ബാങ്കിൽ ഇരുന്ന കംപ്ലീറ്റ് ജനങ്ങളും ഉണ്ടായിരുന്നു വിളിച്ചു വരുത്തിയത് ഈ പൈസയ്ക്ക് വേണ്ടി. ഒരു സൂചനയില്ല. എന്നിട്ട് ആ വീട്ടിൽ പോയി തന്തിയാൻ്റെ അടുത്തും മോൻ്റെ അടുത്തും ചോദിച്ചു പറയണ പട്ടിയെ അഴിച്ചു വിടണം. എന്നിട്ട് അവരുടെ ജീവിതം അവര് ലോറിയിൽ സാധനങ്ങളും കയറ്റി അവര് നാട് കടത്തി വാടാ വീട്ടിൽ കൊണ്ടൊന്ന് പുറത്തിയാക്കിയിട്ട് അവര് പറയണ എന്താണെന്നറിയാം, ഞങ്ങൾ അവരുടെ ജീവിതം തകർത്തുന്നു. പട്ടി അഴിച്ചാണ് വിടുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഫ്രാൻസിസിനെന്ന് പറഞ്ഞവനെ ബൈക്കിൽ പിടിച്ച് നിർത്തിയിട്ടാണ് ലോണിന്റെ അവന്റെ ജീവിതം ഞങ്ങളാണ് തകർത്തത്, നീ കൊണ്ടുപോവാ, അത് പിന്നീട് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചെന്നെ വരട്ടണം തൊഴിലുറപ്പ് സ്ഥലത്ത് നിന്ന്. ഇതെന്റെ മോളെടുത്ത് കൊടുത്തത് 1,00,000 രൂപ എൻ്റെ മോളെടുത്ത് കൊടുത്ത 3 ആഴ്ച അടച്ചിട്ടുള്ളൂ. ഭർത്താവ് അറിയാതെയാണ് എടുത്ത് കൊടുത്തത്. അവള് മുങ്ങി. അവളെ കൊണ്ട് ഈ ദിനേശിന്റെ അച്ഛനും കൂടെ ഫ്രാൻസിസും കൂടെ രാഖി രാമാനും വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി പറഞ്ഞു വിടുന്നത് ആ പരിസരത്തുള്ള എല്ലാരും കണ്ടു. എന്നിട്ട് അവര് പറയണം അവർക്ക് അറിഞ്ഞുകൂടാ, പട്ടാളക്കാരൻ കൊണ്ടുപോയി, പട്ടാളക്കാരൻ തള്ളയും മോളെയും കൊണ്ടുപോകൂ. ഞങ്ങൾക്ക് അവളെ വിളിച്ചു വരുത്തി ഞങ്ങളെ ഈ ലോൺ ഇത്രയും അടച്ചു തീർത്താൽ മോളും അമ്മയും മോളും കൂടെയാണ് ഞങ്ങളെ ഈ ലോൺ ഞങ്ങളെ ഈ കവടിപ്പിച്ചു കൊണ്ട്. എന്റെ മോളാണെങ്കിൽ ഒരിക്കൽ ചാവാൻ ഭയപ്പെടണം. ഞാൻ അന്നേരം എടുത്തു കൊടുത്തത് ഞാൻ പറഞ്ഞു, അവളെ ഇനി രണ്ടാമത് ചെയ്യിപ്പിക്കരുത്, മാനമര്യാദയ്ക്ക് അവളെ പൈസ അടപ്പിക്കണം, അവൾക്ക് ഒരു വിട്ടുവീഴ്ച ചെന്നാൽ അവൾക്ക് നിയന്ത്രണം തെറ്റുന്ന പെണ്ണാണെന്ന് ഞാൻ നല്ലതുപോലെ പറഞ്ഞിട്ടാണ് അവളെ വിട്ടെടുത്ത് അവളെ കരച്ചിലുകാരനെ എടുത്തു കൊടുത്തത്. അപ്പോഴതുവാ സമ്മതിച്ച് ഞാൻ ഒരു അവധി പോലും മുടങ്ങൂലെന്ന് എൻ്റെ അടുത്ത് താന്നു വിടുന്നു തൊഴുത് പറഞ്ഞാണ് എടുപ്പിച്ചത്. ഒരു ലോൺ എടുത്തായിരുന്നു, 60,000 രൂപ ലോൺ എടുത്തായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിപ്പോൾ മുടങ്ങിയിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അതിന് ശേഷം ഒരു ലോൺ 50,000 രൂപ ഞാൻ അറിയാതെയും ബാങ്കിൽ പോകാതെയും അവരെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് അതറിയണത്. എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടെ. മുമ്പേ ഒപ്പിട്ട് അങ്ങനെ കളിച്ച കളിയാണെന്ന് തോന്നുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് ആ കാര്യം അറിയുന്നത്. ഞാൻ എടുത്തു കൊടുത്ത 2 ബാങ്കിന് അത് അവളെ അമ്മയ്ക്ക് കച്ചവടം ഉണ്ടായിരുന്നു, പലവ്യഞ്ജന കട. കച്ചവടത്തിന് വേണ്ടി എടുത്തു കൊടുത്തു 2 ലോൺ. അവര് പോകുന്നത് വരെ അടച്ചിരുന്നു. ലാസ്റ്റ് ദിവസം അവരടയ്ക്കാതെ പോയി. ഞാനും 2 ലോണാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അത് അവർ പോണത് വരെ മുടങ്ങാതെ അടച്ചോണ്ടിരുന്നു. ഇപ്പൊ അവരടയ്ക്കണില്ല. പിന്നെ അവർ ഇതുപോലെ കച്ചവടത്തിന് പറഞ്ഞാണ് വാങ്ങിച്ചത്. പിന്നെ എന്റെ വീട്ടിൽ ഒരു നിവർത്തിയില്ലാതെ കിടക്കണയാണ്. ഭർത്താവ് വയ്യാതെ കിടക്കുകയാണ്. 3 പിള്ളേരുണ്ട്. ഒരു നിവർത്തിയില്ല. അവർക്ക് എടുത്തു കൊടുത്ത് നമ്മൾ എടുത്തു കൊടുത്തെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ അവരടച്ചോണ്ടിരുന്ന് ഇതുവരെയും പോണത് വരെ അടച്ചോണ്ടിരുന്നു. ആ തലേന്ന് ആഴ്ച അവർ പോയതിന്റെ ആഴ്ച തൊട്ട് അടയ്ക്കുന്നത്. നമ്മളിപ്പോ ബാങ്കുകാർ വിളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇതുപോലെ. ഇല്ല പല ബാങ്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബാങ്കുകാർ ഇല്ല ഇന്നലെ തൊട്ടാണ് ഞങ്ങൾ അറിയാൻ തുടങ്ങിയത്. ബാങ്കുകാർ വന്നപ്പോൾ മാത്രമേ ഞങ്ങൾ
ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ ഈ പൈസകൾ അടയ്ക്കുന്നില്ല എന്ന്, ലോൺ എടുത്തിട്ട് പൈസ അടയ്ക്കുന്നില്ല എന്ന് ബാങ്കുകാർ വന്നപ്പോഴേ അറിയുന്നു. അപ്പോൾ ഇന്നലെയാണ് അറിയണത്. ഇന്നലെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആണുങ്ങൾ വന്ന് ഭയങ്കര വഴക്കായി. അപ്പം അവിടെ ആണുങ്ങൾ, എൻ്റെ മരുമോനുണ്ടായിരുന്നേ, അവൻ ഇറങ്ങി അറിയാതെ ഇറക്കാൻ ഞാൻ ഗൂഗിൾ പേ അയച്ചു തരാം, നീ പൈസ ബാക്കി ലോണ് ക്ലോസ് ചെയ്ത് പേപ്പർ താന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നം ആയപ്പോഴത്തേക്ക് ഞാൻ അവനെയും വിളിച്ച് അകത്ത് കയറ്റിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അടയ്ക്കാന്ന് പറഞ്ഞ് 2-3 പേരെ വീട്ടിൽ പോയി കടം മറിച്ചു കൊണ്ടുവന്നാണ് ഞാൻ അടച്ചത്. ഞാൻ അതിനെ ഫോൺ സ്വിച്ച് ഓഫ്, ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയാണ് വെച്ചിട്ടുള്ളത്. ഭർത്താവുണ്ട്, അതുകൊണ്ട് അതന്നെ ഞാൻ ഇന്ന് രാവിലെ ഫ്രാൻസിസിനെ ഞാൻ വിളിച്ച് ഞാൻ ബൈക്കിൽ പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഇങ്ങനെയുള്ള ചതി അവൻ തിരിച്ച് ഞങ്ങളോട് എന്നോട് പറയണത് അത് നിങ്ങളൊക്കെ കൂടെയാണ് എൻ്റെ ജീവിതം തകർത്തേന്ന്. ഞങ്ങൾ എങ്ങനെ തകർത്ത്, ഞങ്ങളെ ലോണുകൾ കൊടുത്തിട്ട് ഞങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ മാത്രമല്ല ചേട്ടനെയും അവർ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നേരത്തെ അറിയാവുന്ന തന്തെ അറിയാം, അവരുടെ അമ്മയെ അറിയാം, സിമിയെ അറിയാം. അപ്പം നമ്മുടെ അടുത്ത് എൻ്റെ ആദ്യം ചോദിച്ച കുറച്ച് പൈസയാണ് അത്യാവശ്യത്തിന്. ദിനേഷിൻ്റെ പേര് പറഞ്ഞാൽ 10-8-9 വണ്ടി ഉണ്ട് അവർ ഇമ്മാനുവൽ. അപ്പോൾ പൈസ ചോദിച്ചു, 30,000 രൂപ ചോദിച്ചു, കൊടുത്തു 3 ദിവസം അവധിക്കാണ് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇവരെല്ലാം ലോൺ എടുക്കുന്നത് ഞാൻ എനിക്കൊരു ലോണോ ബാധ്യത ഒന്നുമില്ല. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുക, നെട്ടിപ്പുറമൊക്കെ ഓടാൻ പോകുന്നു. എനിക്ക് ലോൺ എടുത്തു തരും. അതിനെന്താ ഞാൻ അണ്ണനെ വിളിക്കും, വന്നാൽ മതി എന്ന് പറയും. ഇവരെ വീട്ടിൽ പോയപ്പോൾ ഈ എല്ലാ ആൾക്കാരും, അച്ഛനെ അമ്മ എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നത്. ഇവരെല്ലാവരും പോകുമ്പോൾ ഇവരെല്ലാവരും അവിടെ ഉണ്ട്. ഇതൊക്കെ അവർ ചുമ്മാ പറയുക. ഈ പാവങ്ങളെ കൂലിപ്പണിക്ക് ചെയ്തത് അവരുടെ ഭർത്താവാണെങ്കിൽ കൈ ഓടിഞ്ഞ് ഞാൻ പറയാം. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ വീട്ടിൽ ചെന്നു. ആധാറും പാൻ കാർഡും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു, കൊണ്ടുപോയി. അവരെ വീട്ടിൽ പോയപ്പോഴും കൈ അടയാളം എല്ലാം അവരുടെ വീട്ടിൽ തന്നെ സെറ്റപ്പായിട്ടുണ്ട്. അവിടെ തന്നെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു, എല്ലാം റെഡി. അപ്പൊ ഞാൻ എന്ന് കിട്ടും പൈസ, ഞാൻ അണ്ണനെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മെസ്സേജ് വന്നു, ഈ പൈസ അടയ്ക്കുമ്പോഴേ മെസ്സേജ്. അപ്പൊ ഞാൻ സിമി പൈസ കിട്ടി നിനക്ക് അണ്ണ, 2 ദിവസം പൈസ കിട്ടി. ഞാൻ അതെടുത്ത് മറിച്ചു. അണ്ണൻ തന്ന പൈസയും ഇതുമായിട്ട് ഒരുമിച്ച് തരാം എന്ന് പറഞ്ഞു. ഇതാണ് സത്യം. പക്ഷെ ഇത് ഞാൻ മാത്രമല്ല ആണായിട്ട് എന്നെ പറ്റിച്ചിട്ടുള്ളത്. ഇനി രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ നിൽപ്പുണ്ട്, വേറെ 2-3 പേര് പണിക്ക് പോയി. അയ്യോ, വീട്ടിൽ അന്വേഷിച്ച് പോകുമ്പോൾ പറഞ്ഞല്ലോ പട്ടിയെ അഴിച്ചു വിടുക. ജിനേഷിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ജിനേഷ് പറഞ്ഞു വസ്തു വിറ്റ് തരാം എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അപ്പൊ വസ്തു അവർ നേരത്തെ എങ്ങാണ്ട് ബാങ്കിൽ വെച്ച് ജപ്തിയായി കിടക്കുകയാണ്. ജിനേഷിന്റെ വീട് ഇപ്പം കടയെല്ലാം പൊളിച്ചു. അതും കൊടുത്തോ മിക്കവാറും കൊടുത്ത് കാണണം, അതാണ് സാധ്യത. ഇപ്പൊ ഇവരാരും ഇവിടെ ഇല്ല. പക്ഷേ ഇവരാരും ഇവിടെ വിട്ട് പോയിട്ടില്ല. ഈ നമ്മൾ ഇവിടെ ഈ ലൊക്കേഷനിൽ എങ്ങാണ്ട് ഉണ്ട്. പക്ഷെ ഒന്നുകിൽ അവർക്ക് തിരുവല്ലയും ഒന്നുമില്ലൊക്കെ ഗോഡൗണൊക്കെ ഉള്ളത്. പിന്നെ വണ്ടിയിൽ ഗോഡൗൺ ഉണ്ട്, ആലച്ചക്കോണത്തുണ്ട് ഗോഡൗണ്. അപ്പൊ പിന്നെ ഈ പൈസ എടുത്ത് ഇവരുടെ കുടുംബത്തിൽ തന്നെ ഈ നാട്ടുകാരെ ഈ പാവങ്ങളെ പറ്റിച്ച പൈസ എല്ലാം ഇവരുടെ കയ്യിൽ തന്നെ ഉള്ളത്. അല്ലാതെ ഇത്രയും പെട്ടെന്ന് ഒരാൾക്ക് ഇത്രയും വണ്ടി എടുക്കാൻ പറ്റും. എനിക്ക് ലോൺ എടുത്ത് തരാൻ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ലോൺ കൊണ്ടുവന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കുന്ന സമയത്ത് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാഴ്ചയിൽ നിന്ന സമയത്ത് എന്നെ വിളിച്ചു, ആധാറും പാൻ കാർഡും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഫോം എല്ലാം അവരിൽ തന്നെ ഉണ്ട്, കൈയടയാളം എടുക്കുന്ന എല്ലാം അവരിൽ തന്നെ ഉണ്ട്. നമുക്ക് ബാങ്കിലൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ ലോൺ കേസ് ഈ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വ്യക്തി ആ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണ് ഈ പൈസ കൊടുക്കുന്നത്. ഇവിടെ പരിപാടി എന്ത് വന്നാൽ എവിടെ കൊണ്ടുപോകും, ആ ലോൺ എടുക്കുന്ന ആളെ വിട്ട് വാങ്ങിച്ചിട്ട് അപ്പോഴേ ഇവിടെ കയ്യിൽ വാങ്ങിച്ചിട്ട് ഇവൾ അടച്ചോളാം എന്നാണ്. ഇതാണ് സ്ഥിരം അല്ലത്. അങ്ങനെയാണ് എല്ലാവരും പറ്റിച്ചിട്ടുള്ളത്. അറിഞ്ഞൂടാ, ATM ഉടനെ കയ്യിൽ വാങ്ങിച്ച് അവര് പൈസ എടുക്കും. നമുക്ക് ATM എടുക്കാൻ അറിഞ്ഞൂടാ. പോണതിന്റെ തലേ ദിവസം വന്ന് ഈ എവിടെ പോണത് നമുക്ക് അറിഞ്ഞൂടാ. എന്റെ കാതിൽ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞ ആ കമ്മലിനെ പണയം വെക്കാൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞു തരൂല്ലെന്ന്. ഈ ക്രിസ്മസിന്റെ തലേ ദിവസം എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, 10,000 രൂപ കൂടത്താ, അല്ലെങ്കിൽ ആ കാതി കിടക്കുന്ന കമ്മലിനെ താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തരൂല എന്ന് പറഞ്ഞു. എനിക്ക് 80,000 രൂപ ഞങ്ങൾ 3 പേരായിട്ട് എടുത്താണ്. സിമി, ഞാൻ, വേറൊരാളായിട്ട് അങ്ങനെ 3 പേരെ എടുത്തിട്ട് ആഴ്ചക്ക് അടയ്ക്കാമെന്ന് പറഞ്ഞാണ് പൈസ എടുത്തത്. എന്നിട്ട് പോകാൻ വരെ പൈസ അടച്ചിരുന്നു. ഇപ്പൊ 2 ആഴ്ച കൊണ്ട് പൈസ അടയ്ക്കുന്നില്ല. ഇനി 61 ആഴ്ച ഇനി അടയ്ക്കാൻ കിടക്കണം. ഇത്രയും പൈസ ഇനി അടയ്ക്കാറുണ്ട്. അത് ആ പൈസ കിട്ടാറുണ്ട്. ഓരോരുത്തരെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇത്രയും പൈസ ഇവരുടെ കയ്യിലാണ്. ഈ നാട്ടുകാരെ മൊത്തവും വെട്ടിച്ചെടുക്കുകയാണെന്ന് നമ്മൾ അറിയണില്ലല്ലോ. ഇപ്പൊ എന്റെ ചോദിക്കുന്ന ഞാൻ നിവർത്തിയിട്ട് സഹായിട്ട് ഞാൻ എടുത്തു കൊടുക്കണം. പിന്നെ നാളെ വേറെ 2 പോണ്. അങ്ങനെ മാറി ഓരോരുത്തരും പോയാണ് ഇത് എടുക്കുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ നമുക്കറിയൂടെ. ഇപ്പൊ അവര് ഇല്ലാതെ വന്നപ്പോഴാണ് ഈ രംഗത്ത് എല്ലാ ആൾക്കാരും രംഗത്ത് വന്നിട്ടുള്ളത്.
അതിനുശേഷം അറിയാവൂ നമുക്ക് ഇതുപോലെ പൈസ ഇല്ലാതെ. ഞങ്ങളെ ഇതുപോലെ ബാങ്കിൽ പോയാണ് ഒരു ലോൺ എടുത്തു കൊടുത്തത്. ആ 2 ലോൺ ബാങ്കിൽ തന്നെ ചെന്ന് എടുത്തു കൊടുത്തത്. അവര് അവിടെ ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ട്. ആ പെണ്ണാണ് ഇതിന്റെ എല്ലാ ഏജൻസ് ആയിട്ട് നിന്ന് അവിടെ ചെന്നെല്ലാം നമ്മൾ ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും. അവർ പറയുന്നതിനപ്പുറം ഒന്നും പറയാനൊക്കില്ല. അവിടെ ബാങ്കിൽ ചെന്ന് അവര് പറയുന്നത് പറഞ്ഞ് അന്ന് വീട്ടിൽ തന്നെ നമ്മൾ വന്ന് കയറുന്നതിന് മുന്നേ ATM വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അവർ തന്നെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അവർ തന്നെ പൈസ എടുത്തിട്ട് ATM പിറ്റേന്നാണ് ഈ തന്നത്. വന്ന് അക്കൗണ്ടിൽ പൈസ വരുന്ന മെസ്സേജും എല്ലാം അവർക്കറിയാം. നമ്മളെ ഫോണിൽ പറഞ്ഞതിന് മുന്നേ അവർക്കെല്ലാം അറിയാം. അവർ അന്നേരം തന്നെ വന്ന് വാങ്ങിച്ചോണ്ട് ഇല്ല 2 ലോൺ അവർക്ക് എടുത്തു കൊടുത്തതല്ലേ. നമ്മളൊരു ലോൺ എടുത്തില്ല. ഇല്ല നമ്മള് വേണ്ട, നമുക്ക് ലോൺ വേണ്ട, അടയ്ക്കാൻ നിവർത്തിയില്ല, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് 2 ലോൺ എടുത്തു കൊടുക്കുമെന്ന് ചോദിച്ചാണ് അവർ അങ്ങനെ എടുത്തത്. 2 ബാങ്കിൽ നിന്നാണ് എടുത്തോളൂ. 2 ഇസാഫ് പല ബാങ്കിൽ നിന്നാണ് എടുത്തോളൂ. 2 ഇടത്തിൽ നിന്നാണ്. കാട്ടാക്കട തന്നെ 2 ഇടത്തിൽ നിന്നാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഒരാൾ വന്ന് ഇത്രയും രൂപ ചോദിക്കും ലോൺ എടുത്തിടാമോ, പക്ഷെ ഒരു പരിചയമില്ലാത്ത ആൾക്ക് ഇനി എങ്ങനെയാണ്? നമ്മളെ വീട്ടിന്റെ അവിടെ ഞാൻ ജനിച്ച അന്നോട്ട് ആ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയിട്ട് പോലും പോവാതെ പോയിട്ട് ഇവിടെ തിരിച്ചു വന്ന ചേച്ചിയാണ്. ഞാൻ ലോൺ എടുത്തതെന്ന് വെച്ചാൽ എന്റെ പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കാൻ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള രീതിയിലാണ് ലോൺ എടുത്തത്. ഞാൻ 2-3 ലോൺ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റിനായിട്ട് ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ബാങ്കുകാർ വന്നപ്പോ പറയുന്നത് 1 രൂപ പോലും ഞാൻ അടച്ചിട്ടില്ല എന്ന്. 1 രൂപ പോലും ഞാൻ അടച്ചിട്ടില്ല. ഞാൻ ബാങ്കുകാരടുത്ത് ചോദിച്ച് നിങ്ങൾ എന്താ വരാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമ്പർ മാറ്റി അവര് സിമി എന്ന് പറയുന്ന ആള് നമ്പർ മാറ്റി കൊടുത്തിട്ട് ഞാൻ നാട് വിട്ടു പോയെന്നാണ് ആ ബാങ്കുകാരോട് പറഞ്ഞിരിക്കുന്നത്. അല്ല ഈ ലോണുകാരെല്ലാവരും എവരെയാണ് ഏജന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫുൾ എമൗണ്ട് അവരെ കൈ കൊടുക്കുക എന്നുള്ള ഇതേ ഉള്ളൂ ബാങ്കുകാർക്ക്. ബാങ്കുകാർ ഇതുവരെക്കാട്ടും നമ്മളെ വീട്ടിൽ വന്നിട്ടില്ല. ഇന്ന് അവർ അന്വേഷിച്ച് വന്നിട്ടില്ല. ചോദിച്ചാൽ പറഞ്ഞ് നമ്മൾ നാട് വിട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് ആ നാട്ടിലുള്ള ആള്, എന്നാലും ഒരാൾ ഇത്രയും വലിയ രൂപ ചോദിക്കുമ്പോൾ ഇല്ല, അത് നമ്മൾ ഓരോരുത്തരായിട്ട് ഇപ്പൊ ഇന്ന് അവളെ ഇന്ന് എടുക്കും, നാളെ എൻ്റെ പറയും. നമുക്കറിഞ്ഞൂടല്ലേ, അവളെ നമ്മൾ തങ്ങളിൽ കാണൂലല്ലേ അടുത്തുള്ള. അങ്ങനെയാണ് എനിക്ക് പറ്റിയത്. എമൗണ്ട് ചോദിക്കുമ്പോൾ അത് ഈ ഒരു ബാങ്ക് വഴിയല്ലേ, നമുക്കൊരു വേറെ ഒരു ഇതില്ല. അവർക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ ചോദിക്കണേന്ന് പറഞ്ഞ് ഇതുപോലെ അവർക്ക് ബിസിനസ്സിനാണ് കാര്യങ്ങൾക്കാണെന്ന് പറഞ്ഞ് ചോദിക്കുക. ചേച്ചിക്ക് വേണ്ടെങ്കിൽ എടുത്തതാ. നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ അവിടെ കഴിയുന്ന ആൾക്കാരാണ്. അത് വേറെ ആ ഒരു ഉറപ്പിന്റെ പുറത്ത് വെച്ച് മാത്രമാണ് എടുത്തു കൊടുക്കുന്നത്. അല്ല അവരിപ്പോ വീട്ടെറിഞ്ഞിട്ട് പോകും ഇങ്ങനെയൊക്കെ ചെയ്യും എന്നാണ്. നമ്മളെ പാവങ്ങളാണെന്ന് എല്ലാം അവർക്കും അറിയാം. അവർക്കും അറിയാം, നമുക്ക് അവരുടെ കാര്യങ്ങളും അറിയാം. പിന്നെ അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷയില്ല.